ഹലോ, എല്ലാവർക്കും സിദ്ധി കമ്പിളി ഹൗസിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ ടിപ്സ് തന്നെയാണ്. ഇപ്പം നമുക്ക് ഇന്നും മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഒത്തിരിയാണ്. അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഒരു സവാള കൊണ്ടുള്ള ഒരു ടിപ്സാണ് കാണിക്കുന്നത്. വളരെ എഫക്റ്റീവാണ്. ഒത്തിരി പേർക്ക് അത് ചെയ്ത് റിസൾട്ട് കിട്ടിയുള്ളതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ മുടി കൊഴിച്ചിലൊക്കെ ഇട്ട് ഒത്തിരി വിഷമിച്ച് എന്താ പറയുക, എന്ത് ചെയ്തിട്ടും പ്രതിവിധി ഒന്നും ഇതുവരെക്കും കണ്ടുപിടിക്കാത്തവർക്ക് ഒരു നല്ലൊരു ഇതാണ്, റെമഡിയാണ്. അപ്പോൾ ഇത് ആഴ്ചയിൽ നമുക്ക് 3 പ്രാവശ്യം ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടി ഒഴിച്ചിലുള്ളവരാണെങ്കിൽ 3 പ്രാവശ്യം വെച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് 2 പ്രാവശ്യം, പിന്നെ നമുക്ക് 1 പ്രാവശ്യം. പക്ഷേ ഞാനിപ്പോഴും 2 പ്രാവശ്യം വെച്ച് ആഴ്ചയിൽ ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ കുറച്ച് സവാളയുടെ നമുക്ക് കുറച്ച് മണമൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഷാമ്പു വാഷൊക്കെ ഇട്ട് നമുക്ക് നമ്മുടെ തലയുടെ മണമൊക്കെ കളയാം. ഇങ്ങനത്തെ അപ്പം നമുക്ക് എന്താ പറയുക, എത്ര പ്രായമായാലും 70 വയസ്സായാലും നമുക്ക് മുടി വളരും. നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മുടി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം പിന്നെ നമുക്ക് ശരിക്കും കാണിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുണ്ട മുടിക്കാർക്കൊക്കെ അധികം പിന്നെ അവർക്ക് ഇങ്ങനെ എന്തോരം വളർന്നാൽ കയറി ഇരിക്കത്തുള്ളൂ. അപ്പം നല്ല ലോങ് ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നല്ല കോലമുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നല്ലതായിട്ട് അതിൻ്റെ ലെങ്ത്ത് കാണിക്കും. നല്ല ഒരു റിസൾട്ടുള്ള ഒരു ഇതാണ്. അപ്പം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ ഇത് മാറ്റിയെടുക്കാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാവരും അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു നല്ലൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോകാനൊക്കെ മാറത്തില്ലേ. പിന്നെ നമുക്ക് മുടി നന്നായിട്ട് ഉള്ളോടെ വളരാനും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സവാള നമ്മൾ ഇതിലോട്ട് മിക്സിയുടെ അകത്തോട്ട് മുറിച്ചിടുക. അപ്പോൾ വലിയ സവാള എങ്കിൽ പകുതി എടുത്താൽ മതിയേ. അപ്പോൾ ഇത് മുടി കറക്കാനും നല്ലതാണ്, വളരാനും എല്ലാം നമ്മുടെ സവാള അടിപൊളി സാധനമാണ്. നമ്മൾ സവാളയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കറ്റാർവാഴയുണ്ട്. അപ്പോൾ കറ്റാർവാഴ ഇതുപോലെ ഒരു പീസ് എടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ, നേരത്തെ തന്നെ അതെടുത്ത് അതിൻ്റെ ആ യെല്ലോ കളറിലായത് കളയുക. എന്നുവെച്ച് ഇതിൽ പരം ഒരു സാധനം വേറെ ഇല്ല നമുക്ക്. നമ്മുടെ ഹെയർ ഫോള് കളയാനുള്ള ഏറ്റവും ബെറ്റർ സാധനമാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഈ കറ്റാർവാഴയുടെ ഈ പൾപ്പിൽ നിന്നുള്ള നല്ലതായിട്ട് ഇതൊരു വാട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ വെള്ളമൊന്നും നിങ്ങൾ ഒഴിക്കണ്ട. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അത് സവാളയൊക്കെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇത്രയും പേസ്റ്റിൽ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാത്രം നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് പിന്നെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നല്ല തലയെ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. എന്നിട്ട് ഇത് മാത്രം നമ്മൾ തലയിൽ പരട്ടുക. ഈ കണ്ണിലിൻ്റെ ഗ്യാസ് അടിച്ചിട്ട് നീറുന്നു. എന്നിട്ട് സവാളയുടെ മണം കുഴപ്പമില്ലാത്തവരാണ് വെറുതെ വാഷ് ചെയ്യുക. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷാമ്പു ഇട്ടേച്ചാൽ മതി. ഇനി നമുക്ക് എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഇതിന് മുമ്പ് എണ്ണ യൂസ് ചെയ്യും. എണ്ണ യൂസ് ചെയ്യണം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പാക്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എണ്ണ അത്യാവശ്യമാണ്.
അപ്പം ആദ്യം തന്നെ മുടി നന്നായിട്ട് ബ്രഷ് ചെയ്യുക. നമുക്ക് മുടി നല്ല കട്ടിയിൽ വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ സാധനമാണിത്. പിന്നെ മെയിനായിട്ട് അപ്പോൾ നന്നായിട്ട് മുടി ഒന്ന് ബ്രഷ് ചെയ്യുക കേട്ടോ. അപ്പം ഈ മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞ സാധനം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മുടി ഒട്ടും പൊഴിയത്തില്ല. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളിത് യൂസ് ചെയ്യണം. അതായത് ഇപ്പോൾ തിങ്കളാഴ്ച ഇട്ടാൽ പിന്നെ അടുത്ത ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയോ നിങ്ങളുടെ സൗകര്യം പോലെ ഒരു ദിവസം ചെയ്ത് കൊടുക്കുക. അപ്പം ഉള്ള മുടി തന്നെ നല്ല കട്ടിയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ നമുക്കിത് ഞാനിത് ഇങ്ങനെ ഇത് ഹോളുള്ള ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഏതെണ്ണയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുക്കുക. ഇത് ഞാൻ ഇതിൻ്റെ എണ്ണയുടെ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ എല്ലാം കൂടി ചേർത്ത് നീലയമരിയൊക്കെ കൂടി ചേർത്ത ഒരു എണ്ണയാണ്. അപ്പം ഇതിട്ടേച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ പാക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ എണ്ണ യൂസ് ചെയ്യാൻ മടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എന്നിട്ട് അതിൻ്റെ ഇത് ഡയറക്റ്റ് നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലതായിട്ടൊരു മസാജ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്, കുറച്ച് മുടിയുള്ളെങ്കിൽ അത് ഊരാണ്ട് നല്ല ഉള്ളോടുകൂടി ഇരിക്കണം. അതിനൊക്കെ പറ്റിയ ഏറ്റവും നല്ല റെമഡിയാണിത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഒരു സവാള എടുക്കുക. സവാള ഇല്ലാത്ത വീടില്ലല്ലോ. കറ്റാർവാഴ നിങ്ങൾ ഇത് ഇല്ലാത്തവരാണെങ്കിൽ ഒരു തൈ വെച്ച് പിടിപ്പിക്കുക. ഇനിയിപ്പോൾ കറ്റാർവാഴ ഫ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് അതിൻ്റെ ജെല്ല് മേടിക്കുക. എന്നിട്ട് ഇതിലോട്ട് അപ്പോൾ ആദ്യം കറ്റാർവാഴ നമുക്ക് ആ ജെല്ല് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് വേണം സവാളയുടെ നീരിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇല്ലേ അരച്ച ഈ പാക്ക് അതതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൻ്റെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മുടിയിലല്ല വരട്ടണ്ട കേട്ടോ, സ്കാൽപ്പിൽ മാത്രമാണ്. ചൊറിച്ചിലും നമ്മുടെ താരനുമൊക്കെ നന്നായിട്ട് പോകും. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി, അതിൽ കൂടുതലൊന്നും ആരും ഇരിക്കണ്ട. അപ്പേ ഒരു ഫോൺ വന്നു, മോള് വിളിച്ചതാ. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ നമുക്കിതെല്ലാ ഭാഗത്തോട്ടും നമുക്കിതൊന്നും അങ്ങോട്ട് നല്ലതായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് പേസ്റ്റ് പോലെ ഇരിക്കണോണ്ട് തലേന്ന് പോകാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ നീരെടുക്കുകയൊന്നും വേണ്ട. നമുക്കിത് കറക്റ്റ് ഇത് ഈ പൾപ്പ് പോലെ തന്നെ ഇത് അരച്ചെടുക്കണം. എന്നിട്ട് എല്ലാ വശത്തോട്ടും അങ്ങോട്ട് ഇത്രയും മാത്രം മതി. നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം ചെയ്തു കൊടുക്കുക. ആദ്യം ഭയങ്കര മുടി ഒഴിച്ചിലൊക്കെ ഉള്ളവർ 3 ദിവസം ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ദിവസം മതി. ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ഇത് തൊടാണ്ടിരിക്കരുത്. ഇതെപ്പോഴും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ നല്ല മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ 3 ദിവസം ഇടുക. പിന്നെ അത് കുറച്ച് 2 ദിവസം ആക്കുക. പിന്നെ ഒരു ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ആക്കുക. ഞാനിപ്പോൾ ആഴ്ചയിൽ ചിലപ്പോൾ 1 പ്രാവശ്യം ഇടും, ചിലപ്പോൾ 2 പ്രാവശ്യം ഇടും. എന്തായാലും 2 പ്രാവശ്യത്തിൽ കുറയാറില്ല. അപ്പോൾ നമ്മുടെ തലയിലെ താരനും പൊടികളൊക്കെ പോയി നല്ലതായിട്ട് മുടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ലതായിട്ട് ഉള്ളു വെക്കും മുടിക്ക്. മുടി പൊട്ടിപ്പോകാണ്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നല്ലൊരു പാക്കാണ് നമ്മുടെ ഇന്നത്തെ സവാളയും കറ്റാർവാഴയും. അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്യുക. മുടിയുടെ കൊഴിച്ചിലൊക്കെ മാറ്റി മുടിയൊക്കെ നല്ല ഭംഗിയാക്കുക.
അപ്പോൾ നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാമേ. അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു മണവും ഇല്ല, ഒന്നുമില്ല. ഞാനിപ്പോൾ എണ്ണ ഇട്ടുകൊണ്ട് ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എണ്ണ ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സവാളയുടെ ആ ഒരു ഇതിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മണം പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ആ മണം അങ്ങ് പോകും. അതാ പിന്നെ തലമുടി നനഞ്ഞിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ആ മണം ഒരു ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ മുടി വളരാനല്ലേ കുറച്ച് മണമൊക്കെ നമുക്ക് സഹിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ് നമ്മുടെ ഈ സവാളയും പിന്നെ അതിൻ്റെ ഒരു സാധനം കൂടി നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, കറ്റാർ വാഴയും കൂടിയുള്ള ഇത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്. പുരട്ടിക്കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പുരട്ടുമ്പോൾ തന്നെ നമുക്ക് ആ പകുതി ഉടമുടി കൊഴിച്ചിലൊക്കെ നിൽക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എത്ര മുടി കൊഴിച്ചിൽ മാറിയാലും ശരി, നമുക്കിത് പിന്നെ ആഴ്ചയിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ പുട്ടും പഴമൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ എപ്പോഴും ബ്യൂട്ടി ടിപ്സൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ കിച്ചണിൽ കുറേ നാളായി നമ്മൾ കിച്ചണിലെ പരിപാടിയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് അതും കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്കിന്ന് പുട്ടും പഴവും ചെറുപയറില്ലേ അതും കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് പുട്ടിന് കറി ഉണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, എനിക്കധികം പഴം ഇഷ്ടമല്ല, കറിയാണ് കൂടുതലിഷ്ടം. അപ്പം ഞാൻ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടി ഇടും കേട്ടോ, നമ്മളത് മെഴുക്ക് വരട്ടിയാക്കാനായിട്ട്. അപ്പം ഞാൻ അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. എൻ്റെ വെളിച്ചെണ്ണയുടെ പാത്രം പൊട്ടിപ്പോയി. അപ്പം ഇനി അതൊരെണ്ണം ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കണം എനിക്ക്. ഇതുവരെ അതിനുള്ള സമയം കിട്ടിയില്ല അതൊന്ന് ബുക്ക് ചെയ്യാനൊക്കെ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഒഴിക്കാം. അപ്പോൾ നമുക്കിന്ന് പിന്നെ വേറെ കുറച്ച് തീയലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷമാണ് നമ്മുടെ കുക്കിങ്ങൊക്കെ ആരംഭിച്ചേക്കുന്നത്. അപ്പോൾ ദേ അപ്പുറത്തെ അടുപ്പിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ പുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു പുട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പുട്ട് മതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചിരട്ടയാകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതേ പുട്ടായി. ഇനി നമുക്ക് ചെറുപയറും കൂടി ആയാൽ മതി. എനിക്ക് കൂടുതലും ഈ ചിരട്ടപ്പുട്ടാണ് ഇഷ്ടം. അതാകുമ്പോൾ എളുപ്പവുമാണ്, പണിയും എളുപ്പമാണ്. നമ്മുടെ ചിരട്ടയാകുമ്പോൾ ചെറുത് ഇങ്ങനെ കഴുകിയാൽ പോരെ. മറ്റത് പുട്ട് കുറ്റിയാകുമ്പോൾ അതിൻ്റെ അകത്തോട്ട് ബ്രഷൊക്കെ ഇട്ട് കഴുകണം. ഇതാകുമ്പം എളുപ്പമാണ് എല്ലാം കൊണ്ടും. പിന്നെ നമ്മുടെ ജോലിയൊക്കെ കഴിച്ചിട്ട് വേണം നമ്മൾ കുറച്ച് ചെടിയൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായി ചെടിയുടെ അങ്ങോട്ടൊക്കെ കുറച്ച് പുല്ലൊക്കെ പിടിച്ച് കിടക്കണുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ കാരണം നമ്മളിപ്പോൾ ചെടിക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ടല്ലോ ഇപ്പം. അപ്പം അതുകൊണ്ടും അങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ ഉണ്ട് വൈകിട്ടേ. അപ്പം ഇനിയിപ്പോൾ പിള്ളേരുടെ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ ഫ്രീ ആവും. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് ഇനി ചെടിയുടെ ചോട്ടിലൊക്കെ നടക്കാം. അപ്പം നമ്മുടെ ചെറുപയറുണ്ടാക്കിക്കൊണ്ടിരിക്കണതല്ലേ. അപ്പോൾ ചെറുപയറിൽ ഞാൻ കുറച്ച് മുളക് പൊടി ഇടും, കുറച്ച് കുരുമുളക് പൊടി ഇടും കേട്ടോ, ഇത്തിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ കുരുമുളക് പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ചെറുപയറിന്. ഇപ്പോൾ പുട്ടാകുമ്പോൾ നമുക്ക് എളുപ്പം ജോലി കഴിയും. പെട്ടെന്ന് തന്നെ 2 പുട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ അത്ര ടൈം എടുക്കില്ലല്ലോ. വിടാനുള്ള സമയം ഉണ്ടായില്ല.
അയ്യോ, അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറിൻ്റെ ഒഴിച്ചുകറി ഒരു വറുത്തരച്ച കറിയാണ്. ചക്കക്കുരും തക്കാളി ഉരുളക്കിഴങ്ങും കൂടിയാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരച്ചൊക്കെ രാവിലെ ഒക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ തന്നെ വറുത്തു, എന്നിട്ട് പിന്നെ അരച്ചും വെച്ച്. അപ്പോൾ ഇപ്പം നമുക്ക് കഷ്ണമൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിലോട്ട് അപ്പോൾ അങ്ങനെ ചേർക്കാം. പിന്നെ ഇനി ജസ്റ്റ് ഒന്ന് താളിച്ചും കൂടി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തെ തന്നെ നമ്മുടെ ഒഴിച്ചുകറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പിള്ളേരാരും കൂട്ടില്ലല്ലോ ഈ കറികളൊന്നും. അപ്പം അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ഇല്ലേ എന്തായാലും. അപ്പം ഈ സമയത്ത് നമുക്ക് എല്ലാവരും കൂടി ഉള്ളപ്പോൾ നമുക്ക് ഈ കറിയൊന്നും വെക്കാൻ പറ്റത്തില്ല. അവർ കൂട്ടത്തില്ല, രണ്ടുപേരും കൂട്ടത്തില്ല, പിന്നെ ഞാനും ചേട്ടനും മാത്രം. അപ്പോൾ ഇപ്പോൾ ആരും ഇല്ലാത്തപ്പം ഇങ്ങനെയുള്ള കറികളൊക്കെ അപ്പോഴേ വെക്കുന്നത്. അപ്പം ഞാൻ ചക്കക്കുരു തക്കാളി എല്ലാം നല്ലതായിട്ട് കുക്കറിൽ 2-3 വിസിലടുപ്പിച്ചെടുത്തേ. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. എനിക്കെപ്പോഴും ഉപ്പിൻ്റെ പ്രശ്നമാണ്. ഉപ്പ് എപ്പോഴും കുറവായിരിക്കുള്ളൂ, കൂടുതലൊരിക്കലും ആകത്തില്ല. കൂടുതലാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ, അല്ല കുറവാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.